നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റി ആണ്. കമ്പോണൻസ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റിയിൽ ആദ്യത്തെ കമ്പോണന്റ് അല്ലെങ്കിൽ എലമെന്റ് എന്ന് പറയുന്നത് ബ്രാൻഡ് അവയർനെസ് ആണ്. ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ അവെയർ ആണെങ്കിൽ, അവെയർ എന്ന് പറഞ്ഞാൽ എന്താ, അത് കേൾക്കുമ്പോൾ അത് ഇന്ന ബ്രാൻഡ് അല്ലെങ്കിൽ ഇന്ന കമ്പനിയാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതാണ് എന്ത് ബ്രാൻഡ് അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം കൊക്കക്കോള എന്ന് കേട്ടാൽ കൊക്കക്കോള എന്താണ്, ഒരു ഡ്രിങ്ക് ആണ് അല്ലേ. അതുപോലെ BMW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബൈക്ക് ഉണ്ടാക്കുന്ന വെഹിക്കിൾസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അഡിഡാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂസ് ബാഗ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ലൈക്ക് ദാറ്റ് നമ്മൾ ഒരു കമ്പനിയുടെ പേര് അല്ലെങ്കിൽ ലോഗോ കാണുമ്പോൾ അത് ഇന്നതാണെന്ന് നമ്മൾ ഓർത്തെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതാണ് എന്ത് ബ്രാൻഡ് അവയർനെസ് എന്ന് പറയുന്നത്. ഒരു കമ്പനിക്കും പെട്ടെന്ന് ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. വർഷങ്ങളോളം എടുത്ത് അഡ്വർടൈസ്മെന്റ് കൊടുത്ത് നല്ല ക്യാപ്ചറിങ് ആയിട്ടുള്ള വിഷ്വൽസ് കൊടുത്ത് ബ്ലോഗ്സ് കൊടുത്ത് പരസ്യം ചെയ്ത് കേസ് സ്റ്റഡികൾ നടത്തി പ്രോഫിറ്റ് ഏൺ ചെയ്ത് അങ്ങനെയൊക്കെ കമ്പനിക്ക് ബ്രാൻഡ് അവയർനെസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പോണൻ്റ് ആണ്. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ബ്രാൻഡ് അസോസിയേഷൻ. നമ്മളൊരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന്റെ പേര് കേൾക്കുമ്പോൾ അതിനോടൊപ്പം നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇംപ്രഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഇമേജ് ആണ് എന്ത് ബ്രാൻഡ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സോണിയുടെ TV, സോണിയാണ് ബ്രാൻഡ്. അത് സോണിയുടെ TV എങ്ങനെയാണ്, പെട്ടെന്ന് കേടാവാത്തതാണ്. ലൈക്ക് ദാറ്റ് നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ ആ പെട്ടെന്ന് കേടാവാത്തത് എന്നുള്ളത് നമ്മുടെ ഒരു മെന്റൽ ഇംപ്രഷൻ ആണ്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ബ്രാൻഡ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അത്ലറ്റിക് ബ്രാൻഡാണ്. ലൈക്ക് സ്പോർട്സുകാർ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് മേജർലി അവർ വിൽക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് ബ്രാൻഡ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമറുടെ മനസ്സിൽ ആ ബ്രാൻഡ് എന്ന് കേൾക്കുമ്പോൾ വരുന്ന അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു മെന്റൽ ഇംപ്രഷനെയാണ് ബ്രാൻഡ് അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പെർസീവ്ഡ് ക്വാളിറ്റി ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ കമ്പനീസിനെ സംബന്ധിച്ച്. കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ കസ്റ്റമർ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത് വഴി അവരുടെ എക്സ്പെക്റ്റേഷൻസ് ഫുൾഫില്ല് ചെയ്യുന്നുണ്ടോ, അവരെന്തിനാണ് അത് വാങ്ങുന്നത്, നമ്മൾ എന്തിനാണ് ആ പ്രൊഡക്റ്റ് വിൽക്കുന്നത്, അവരെന്തിനാണ് അത് വാങ്ങുന്നത് തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ പെർസീവ്ഡ് ക്വാളിറ്റിയിൽ വരുന്നത്. അപ്പോൾ പെർസീവ്ഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ പെർഫോമൻസും അതിൻ്റെ റിലയബിലിറ്റി, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ, ഡ്യൂറബിലിറ്റി, ഫിനിഷ് സർവീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ പെർസീവ്ഡ് ക്വാളിറ്റിയിൽ ഉണ്ടാവും. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഒരാൾ വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത് വഴി ആൾക്കാർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് പെർസീവ്ഡ് ക്വാളിറ്റിയിൽ വരുന്നത്. അപ്പോൾ കസ്റ്റമർ എന്താണ് ആക്ച്വലി ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത് വഴി ഫീൽ ചെയ്യുന്നത്, വാട്ട് ദേ എക്സ്പെക്ട്, അവരുടെ എക്സ്പെക്റ്റേഷൻ ഫുൾഫിൽ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്. അടുത്തത് ബ്രാൻഡ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ബ്രാൻഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത് ബ്രാൻഡ് എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. Then moving to the next one. Wait a second.